എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഷഹബീദ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സാഗിറ. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അതിൻ്റെ അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അൽ കഹ്ഫ് സൂറത്തിലെ 302 പേജ് 75-ാമത്തെ ആയത്ത് മുതൽ 83-ാമത്തെ ആയത്ത് വരെയാണ് ഞങ്ങൾ ഇവിടെ ഓതുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ. അദ്ദേഹം പറഞ്ഞു, താങ്കളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിക്കുവാൻ സാധ്യമാകുകയില്ലെന്ന്. ഖാല ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹാ ഫലാ തുസാഹിബ്നി ഖദ് ബലഅത മിൻ ലദുന്നി ഉദ്റാ. അദ്ദേഹം പറഞ്ഞു, ഇതിനു ശേഷം വല്ലതിനെക്കുറിച്ചും ഞാൻ താങ്കളോട് ചോദിക്കുന്ന പക്ഷം പിന്നെ താങ്കൾ എന്നോട് സഹവസിക്കേണ്ടതില്ല. എൻ്റെ പക്കൽ നിന്ന് തന്നെ താങ്കൾക്ക് ഒഴികഴിവ് കിട്ടിയിരിക്കുന്നു. فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجد فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا. പിന്നെയും അവർ രണ്ടുപേരും പോയി. അങ്ങനെ അവർ ഒരു രാജ്യക്കാരുടെ അടുക്കൽ ചെന്നപ്പോൾ ആ നാട്ടുകാരോട് ഭക്ഷണം നൽകുവാൻ അവർ ആവശ്യപ്പെട്ടു. എന്നാൽ അവർ അവരെ സൽക്കരിക്കുന്നതിന് വിസമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ പൊളിഞ്ഞു വീഴുവാൻ പോകുന്ന ഒരു മതിൽ അവർ കണ്ടു. ഉടനെ അദ്ദേഹം, ഹിദർ നബി ആയിരുന്നു അത് നേരെയാക്കി നിർത്തി. അദ്ദേഹം മൂസ നബി പറഞ്ഞു, താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ അതിന് വല്ല പ്രതിഫലവും സ്വീകരിക്കാമായിരുന്നു. قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാനും താങ്കളും തമ്മിലുള്ള വേർപാടാണ്. താങ്കൾക്ക് ക്ഷമിക്കുവാൻ സാധിക്കാതിരുന്ന കാര്യത്തിന്റെ ഉൾസാരം ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരാം. أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. എന്നാൽ ആ കപ്പൽ അത് കടലിൽ ജോലി ചെയ്തു വരുന്ന ചില സാധുക്കളുടേതായിരുന്നു. അതിനാൽ ഞാൻ അതിന് കേടുവരുത്തണമെന്ന് ഉദ്ദേശിച്ചു. കാരണം അവരുടെ പിറകിൽ എല്ലാ നല്ല കപ്പലും ബലാത്കാരമായി പിടിച്ചെടുത്ത് കൈവശപ്പെടുത്തുന്ന ഒരു രാജാവുണ്ടായിരുന്നു. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا. ആ ബാലനാകട്ടെ അവൻ്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായിരുന്നു. അതിക്രമത്തിനും അവിശ്വാസത്തിനും അവൻ അവരെ നിർബന്ധിപ്പിക്കുമെന്ന് നാം ഭയപ്പെട്ടു. فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. അതിനാൽ അവന് പകരം അവനേക്കാൾ പരിശുദ്ധതയിൽ ഉത്തമനും കരുണയിൽ കൂടുതൽ അടുപ്പമുള്ളവനുമായ ഒരുവനെ, അതായത് ഒരു സന്തതിയെ അവരുടെ റബ്ബ് അവർക്ക് നൽകണമെന്ന് നാം ഉദ്ദേശിച്ചു. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تستطع عليه صبرا. ആ മതിലാണെങ്കിലോ അത് ആ പട്ടണത്തിലെ അനാഥരായ 2 ബാലന്മാരുടേതായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ അവർക്കായുള്ള ഒരു നിക്ഷേപവുമുണ്ട്. അവരുടെ പിതാവ് ഒരു നല്ല മനുഷ്യനുമായിരുന്നു.
അതിനാൽ രണ്ടുപേരും അവരുടെ പൂർണ്ണ വളർച്ച, അതായത് യൗവനം പ്രാപിക്കുകയും തങ്ങളുടെ നിക്ഷേപം അവർ പുറത്തെടുക്കുകയും വേണമെന്ന് നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചു. നിന്റെ രക്ഷിതാവിൻ്റെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹമായിട്ടത്രേ അത്. ഞാൻ ഇത് ഒന്നും എൻ്റെ അഭിപ്രായപ്രകാരം ചെയ്തിട്ടുള്ളതല്ല. താങ്കൾക്ക് ക്ഷമിക്കുവാൻ സാധിക്കാതിരുന്ന കാര്യങ്ങളുടെ ഉത്സാരം ഇതാണ്. ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا. നബിയെ, ദുൽഖർനൈനിയെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അദ്ദേഹത്തെക്കുറിച്ച് ഒരു പ്രസ്താവന ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ച് തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.